ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ ഹർഭജൻ സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കുസൃതി നിറഞ്ഞ വ്യക്തിയാണ് എന്നുള്ളതാണ്. ഹർഭജൻ, സിദ്ധു സാർ എന്താ പറഞ്ഞെന്ന് വെച്ചാ, നഗ്നനായ ഒരു വ്യക്തി നമുക്ക് ഒരു ഷർട്ട് തരികയാണെങ്കിൽ കുറച്ച് ജാഗ്രതയോടിരിക്കണം. അതുപോലെ ഡ്രസ്സിംഗ് റൂമിൽ ഹർഭജന്റെ അടുത്തും കുറച്ച് ജാഗ്രതയോടിരിക്കണം. സാറാ, കുസൃതി പ്രായമൊക്കെ എപ്പോഴേ പിന്നാലെ പോയി കഴിഞ്ഞു. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു വലിയ മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഞാൻ സമീപത്തിലെ ഒരു കുസൃതി ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ അന്ന് കുഞ്ഞുപ്രായത്തിൽ ഒരുപാട് കുസൃതി കാണിച്ച ഒരാളാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ ഒരു കുസൃതി കാണിച്ചെന്ന് വരുമല്ലോ. ഇപ്പോഴും ചിലപ്പോഴൊക്കെ വരും, പക്ഷേ കുറച്ച് ലിമിറ്റായിട്ടുണ്ട്. പിന്നെ അത് നാച്ചുറലി എൻ്റെ അടുത്തുണ്ട്. പിന്നെ പറയണമെങ്കിൽ ഞാനൊരു പഞ്ചാബിയാണല്ലോ, എല്ലാത്തിലും ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ കുസൃതി കാണിക്കാണ്ട് പിന്നെ എപ്പോഴാണ് സാർ? സൗരവ് ഗാംഗുലി ഷർട്ട് ഊരിയത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. പക്ഷേ താങ്കളും പകുതി ഷർട്ട് ഊരിയതായിട്ടാണ് ഞാൻ കേട്ടത്. തീർച്ചയായിട്ടും സാർ, അത് എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. കാരണം ഫ്ലിൻടോഫിൽ നല്ല ഓർമ്മയുണ്ട്. എനിക്കിവിടെ വാൻകേഡിയം സ്റ്റേഡിയമിൽ ഫൈനൽ മാച്ചിൽ ഷർട്ട് അഴിച്ചിട്ട് ഓടിയിട്ടുണ്ട്. ആ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് സാർ. ഞങ്ങളവിടെ മാച്ച് ജയിച്ചതിന് ശേഷം നെറ്റ്വേഴ്സിൽ ദാദാ അദ്ദേഹത്തിന് ഷർട്ട് അഴിച്ചു. അപ്പം ഞാനും കൂടെ ഒന്ന് അഴിക്കാമെന്ന് ആലോചിച്ചത്. പക്ഷേ ഇതുവരെ പൊക്കിയപ്പോൾ രാഹുൽ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ച് അഴിക്കല്ലേ എന്ന് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ രാഹുൽ ദ്രാവിഡ് അന്ന് നല്ലൊരു കാര്യമാണ് ചെയ്തു തന്നത്. എന്നെ ഷർട്ട് അഴിക്കാൻ വിട്ടില്ല. ഇല്ലെങ്കിൽ ഇന്ന് എല്ലാവരും എന്നെ ഒരു ട്രോൾ മെറ്റീരിയൽ ആക്കിയതിനെ. സൽമാൻ ഖാന് ശേഷം ഞാനാണ് ഷർട്ട് അഴിച്ചതെന്നുള്ളതൊക്കെ പറഞ്ഞു. അതായത് ദാദയ്ക്ക് ശേഷം പിന്നെ ഞാനായിരിക്കും. നന്നായി രാഹുൽ എന്നെ തടഞ്ഞത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഈ കുസൃതിയൊക്കെ കാണിക്കാൻ. അതായത് അനിൽ കുംബ്ലെ കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ നോക്കുന്ന ആളാണ്, കുറച്ച് സീരിയസ് ആളാണ്. അതായത് അനിൽ സാറിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. അതായത് ഞാൻ പിന്നെ ഒരുപാട് വർഷം ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചേരുന്നതിന് മുൻപ് തൊട്ട് എനിക്ക് ആ മനുഷ്യനെ അറിയായിരുന്നു. ആ ഒരു കാലത്ത് ആ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് എവർ ഗിവ് അപ്പ്. കാരണം അങ്ങനെയുള്ള ഒരു ക്രിക്കറ്ററാണ് അദ്ദേഹം. യെസ്, അദ്ദേഹം ഒരു സീരിയസ് ആയ മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം ഡിസിപ്ലിൻ, ഡിഗ്നിറ്റി ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. കുറച്ചുപോലും എൻജോയ്മെൻ്റ് ഇല്ലെങ്കിൽ, അതായത് ഡ്രസ്സിംഗ് റൂമിൽ പോലും ടെൻഷനായിരിക്കുമ്പോൾ ഗ്രൗണ്ടിൽ ടെൻഷനായിട്ടുള്ള പോലെ തന്നെ അവിടെയും വന്ന് ടെൻഷൻ ആവുന്ന സമയത്ത് ആ സമയത്ത് കോമഡി ഒന്നും വരത്തില്ല. മൈൻഡ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ബാറ്റ്സ്മാൻ എങ്ങനെ ഔട്ട് ചെയ്യാം, പിന്നെ എങ്ങനെയാണ് മാച്ച് ജയിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ്സിംഗ് റൂമിലോട്ട് വന്നിട്ടും ടെൻഷനാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കാണ്ട് പോകും. ഗ്രൗണ്ടിൽ എന്താ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം. സോ അനിൽ സാറിന് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഹി നോ മൈ നേച്ചർ. അതായത് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അദ്ദേഹം കളിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് വർഷം കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നേച്ചർ കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പ്രോബ്ലം ഉണ്ടായിരുന്നു. താങ്കൾ ചില സമയങ്ങളിൽ നന്നായിട്ട് കളിക്കുമ്പോൾ അനിൽ കുംബ്ലെ പോയി ബെഞ്ചിലിരിക്കേണ്ട സ്ഥിതി വന്നിരുന്നു. അതും സത്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനിൽ ബ്രോ ഒരു വലിയൊരു പുള്ളിയായിരുന്നു അന്ന് എൻ്റെ ഒരു വിഷനിൽ. കാരണം ഒരു ബൗളറായിരിക്കും ആ മാച്ച് ജയിപ്പിക്കുന്നത്. ഒരു പക്ഷേ 20 വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ബൗളറായിരിക്കും അത് ചെയ്യുന്നത്, മാച്ച് ജയിപ്പിക്കുന്നതും. ഓഫ് കോഴ്സ് റൺ എടുക്കുന്നത് വളരെ ആവശ്യമാണ്. അതായത് ബോർഡിൽ 17 റണ്ണെന്ന് എഴുതിയിരുന്നാൽ പോലും മാച്ച് ജയിപ്പിക്കുന്നത് ബൗളേഴ്സാണ്. അതും അനിൽ ബ്രോയിനെ പോലെ ഇത്രയും വലിയ കാര്യമൊന്നും ആരും ചെയ്തില്ല. ആൻഡ് ആ സമയത്ത് ഞാൻ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അദ്ദേഹം പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അന്ന്. ചില സമയത്ത് എനിക്ക് തന്നെ കുറച്ച് കഷ്ടമായിരിക്കും, കാരണം അത്രയ്ക്ക് നല്ലൊരു ബൗളറാണ് അദ്ദേഹം. ഞാൻ കാരണം അദ്ദേഹം പുറത്തിരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ വിഷമമായിരുന്നു. കാരണം ഇന്ന് എനിക്ക് ഒരു 20 വയസ്സേ ഉള്ളൂ. നല്ലപോലെ കളിക്കും ഞാൻ, അതുകൊണ്ട് ക്യാപ്റ്റൻ എന്നെ ചൂസ് ചെയ്യുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. ഓരോ പ്രാവശ്യം എനിക്കതൊരു ചാലഞ്ചിങ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കളിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ട് കളിക്കണം. അത്രയും വലിയ പ്ലെയറാണ് പുറത്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം സങ്കടത്തിലാവാൻ പാടില്ല. ബുദ്ധിമുട്ടല്ലേ ഇത്രയും വലിയ പ്ലെയറായ ഹർഭജൻ സിംഗിനെ ബെഞ്ചിലിരുത്തുമ്പോൾ? എന്തോ ആൾക്കാർ പറയല്ലേ, കർമ്മ നമ്മളെ നോക്കിയിട്ട് ചുറ്റി ഇങ്ങനെ വരുമെന്നൊക്കെ. ഇപ്പം ആരാണ് നന്നായിട്ട് കളിക്കുന്നത് അവർക്ക് കളിക്കാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. സോ എനിക്ക് ചാൻസ് കിട്ടിയെടുത്തൊക്കെ ഞാൻ നന്നായിട്ട് കളിക്കും. താങ്കൾ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ പല പ്രാവശ്യവും കണ്ടു കാണും. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നവരിൽ പലരും താങ്കൾ കളിക്കുമ്പോൾ 1 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ളവരായിരുന്നു അല്ലേ? അതെ, ഞാനിപ്പോൾ കളിക്കാൻ ആരംഭിച്ച് ഏകദേശം ഒരു 18 വർഷത്തോളമായി. സോ ഇപ്പം നമ്മുടെ ക്രിക്കറ്റ് ജനറേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ കളിക്കുന്നവരുടെ പ്രായമൊക്കെ ഏകദേശം 22 ആണ്. പിന്നെ 20 വയസ്സൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്കും കൂടെ തോന്നും അത്, അതായത് പ്രായത്തിൽ ഞാൻ അങ്കിളായിരിക്കുന്നു. ബട്ട് ഈ സമയത്ത് നമ്മൾ ഫിറ്റായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ യു ക്യാൻ കമ്പീറ്റ് വിത്ത് എനി യങ്സ്റ്റേഴ്സ് ആ സമയത്ത്. പിന്നെ എൻ്റെ അടുത്തുള്ള എക്സ്പീരിയൻസ് ആ യങ്സ്റ്റേഴ്സിന് ഉണ്ടാവില്ല.
സോ എന്നെ സംബന്ധിച്ച് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലൈഫിൽ വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. താങ്കൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുമ്പോൾ അവർ അങ്കിളിനെ എങ്ങനെയായിരിക്കും റിസീവ് ചെയ്യുന്നത്? അങ്കിളാണ്. വളരെ റെസ്പെക്റ്റ് ആയിട്ട് അവർ റിസീവ് ഉള്ളൂ. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം അതായത് അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കുസൃതി പിടിച്ച ഒരു ചെറിയ പയ്യൻ ഉണ്ടാവും എന്നുള്ള കാര്യം. ഞാൻ ഭയങ്കര കുസൃതിയാണ്. ഞാൻ അവരുടെ കൂടെ എളുപ്പത്തിൽ മിങ്കിളായേക്കും. പിന്നെ അവർ വല്ലാണ്ട് കംഫർട്ടബിൾ ആവും എൻ്റെ അടുത്തോട്ട്. കാരണം ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉള്ളിൽ ഇല്ലാത്ത പോലെ ആയിരിക്കും അത്. കാരണം ഒരു ഫ്രഷറാന്നുള്ള ഒരു കാര്യം അവർക്ക് വരാത്ത രീതിക്ക് ഞാൻ അവരെ നോക്കി പിടിച്ചു വെച്ചേക്കും. എന്തൊക്കെ വേണമെങ്കിലും ചെയ്യും. ഞങ്ങൾ കോമഡിയൊക്കെ ചെയ്ത് കളിച്ചിരിക്കും. അവർ കോമഡി ചെയ്യും, ഞാൻ അവരെന്തെങ്കിലും ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. ഞങ്ങൾ ഒരു നല്ല റിലേഷൻഷിപ്പാണിത്. പക്ഷേ ഇക്കാര്യങ്ങൾ താങ്കൾക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ജിമ്മെന്ന് കണ്ടാൽ താങ്കൾ പേടിച്ച് മാറുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഫിറ്റ്നസ്സിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ജിമ്മ് വളരെ അവോയ്ഡ് ചെയ്യും. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണത്. കാരണം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ബോഡി ഭയങ്കര സ്റ്റിഫായിരിക്കും, ഫ്ലെക്സിബിൾ ആവും, അവിടെ പോയാൽ എല്ലാം ശരിയാവും ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ ഒരുപാട് പുതിയ ജനറേഷൻ വന്നു, പുതിയ മെത്തേഡ്സ് വന്നിട്ടുണ്ട്. ആ മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ ട്രെയിനിങ് ഇന്നത്തെ കാലത്ത് ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. ജിമ്മും വർക്കൗട്ടും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വയസ്സ് കൂടുന്തോറും നമ്മൾ ട്രെയിനിങ് ചെയ്തില്ലെങ്കിൽ, ജിമ്മിൽ പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രായമായത് പുറത്ത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ കാണാണ്ടിരിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ ജിമ്മാണ് അതിനുള്ളൊരു ടെക്നിക്ക്. അത് ചെയ്യണം നമ്മൾ. പിന്നെ ടെക്നിക്സ് ഒക്കെ മനസ്സിലായാൽ ദാറ്റ് യു വിൽ സ്റ്റാർട്ട് എൻജോയിങ് യുവർ സെൽഫ്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഒരു യങ് ടീമിലാണ് ഉള്ളത്. അവരുടെ അടുത്തുനിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്രം സമോൺ ലൈക്ക് ശിഖർ ധവാൻ, വിരാട് കോഹ്ലി, ഇവരൊക്കെ എന്നെ ദിവസം വിളിച്ചുകൊണ്ട് പോകും ജിമ്മിലോട്ട്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ട് എന്നെ കൊണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നിറയെ കാര്യങ്ങൾ മാറിപ്പോയിരിക്കുകയാണ്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോഴൊക്കെ ഗേൾ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് വരാൻ അനുവദിക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അതായത് നോക്കുവാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ ആരുമില്ല. എനിക്കൊരു വൈഫാണുള്ളത്. എനിക്കൊരു പക്ക ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു ഞാനിരുന്നതൊക്കെ. സോ ഇപ്പം എനിക്ക് എൻ്റെ വൈഫുണ്ട്. അതുകൊണ്ട് ആരും എന്നെ ഒന്നും പറയത്തില്ല. വൈഫ് മസ്റ്റ് ഗോ. നിങ്ങൾ ടൂർ പോയാലും പോയില്ലേലും നിങ്ങളുടെ വൈഫിനെ വിളിച്ചുകൊണ്ട് പോകാനേ പറയത്തുള്ളൂ അവർ. അതായത് ഒരുപക്ഷെ താങ്കൾക്ക് ശരിക്കും ബാറ്റിങ്ങോ അല്ലെങ്കിൽ ബൗളിങ്ങോ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ ഇതിൽ അവരുടെ തെറ്റെന്താ ഉള്ളേ? സകലമാന ആൾക്കാരും പറയാറുണ്ട് അനുഷ്ക ശർമ്മ ഗ്രൗണ്ടിലേക്ക് വരികയാണെങ്കിൽ വിരാട് കോഹ്ലി പെട്ടെന്ന് ഔട്ടായി പോകും. സർ, ഇത് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അനുഷ്ക അവിടെ ഉള്ളത് കൊണ്ടാണ് വിരാട് കോഹ്ലിനെ കൊണ്ട് റൺ അടിക്കാൻ കഴിയാത്തതെന്നും. അതായത് ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഒരു സപ്പോർട്ടായിരിക്കും നമുക്ക്. ഒരു പക്ഷേ അനുഷ്ക മാച്ച് കാണാൻ വന്നാലും അല്ലെങ്കിൽ എൻ്റെ വൈഫ് മാച്ച് കാണാൻ വന്നാലും അത് വളരെ ഒരു സപ്പോർട്ടാണ് എനിക്കവിടെ. ജനങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധാരണയില്ല കാണുന്നതെന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല അവിടെ. ഇതിന് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കില്ല. അതായത് പ്ലെയറിൻ്റെ മോട്ടീവ് എപ്പോഴും നല്ലപോലെ കളിക്കണം എന്നുള്ളത് മാത്രമാണ്. അവരുടെ വൈഫിനായിക്കോട്ടെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനായിക്കോട്ടെ ആർക്കായാലും അവർ നല്ലപോലെ കളിച്ച് ഇന്ത്യയെ ജയിപ്പിക്കണമെന്നുള്ളതായിരിക്കും ചിന്തയിലുള്ളത്.